നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്കും ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് എല്ലാവർക്കും ഞാൻ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുകയാണ്. അപ്പോൾ ഞാൻ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് 2 ദിവസമായി. പക്ഷേ വേറെ കുറേ തിരക്കുകളും ഇവിടെ ക്ലീൻ ചെയ്യലും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല, എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തു വെച്ച വീഡിയോ എന്തെങ്കിലും ഉണ്ടായിരുന്നു. ഞാൻ യാത്ര പോകുന്നതിന് മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ്. അതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. എന്താണെന്ന് വെച്ചാൽ ഒരു ചീര അവിയലാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോണത് നിങ്ങളായിട്ട്. അപ്പോൾ ഞാൻ ചീര എപ്പോഴും വാങ്ങുമ്പോൾ എനിക്ക് ചുമന്ന ചീരയാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഹെൽത്തി ആയിട്ടുള്ളത് കുറച്ചും കൂടി നല്ലത് പച്ച ചീര എന്നാണ് എല്ലാവരും പറയണത്. അപ്പോൾ ചുമന്ന ചീര വാങ്ങുമ്പോൾ ഏത് ചീര വാങ്ങിയാലും ഞാൻ അതിൻ്റെ ഇളയ തണ്ടൊക്കെ ഞാൻ മാറ്റിയെടുത്ത് വയ്ക്കും. മിക്കവാറും എല്ലാവരും അതൊന്ന് ഒന്നിച്ച് നുറുക്കി തോരൻ ഉണ്ടാക്കുകയായിരിക്കും ചെയ്യുക. അപ്പോൾ ഞാനാണെങ്കിൽ അതിൻ്റെ തണ്ട് കുറേ എടുത്ത് വയ്ക്കും. ഞാൻ കുറച്ച് തോരനിലിടും, ബാക്കി ഞാൻ കുറച്ച് തണ്ട് എടുത്ത് വെച്ചിട്ട് അതും ചീരയുടെ ഇല നുറുക്കിയതും പിന്നെ കുറച്ച് വേറെ ഇതൊക്കെ കൂടി ചേർത്തിട്ട് ഞാനൊരു ചീര അവിയലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാൻ എടുത്തു വെച്ചിരുന്നത്. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് വരും കേട്ടോ. അപ്പോൾ ചീരയും മാങ്ങയും കൂടി അവിയൽ വെക്കാനുള്ള സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്നൊന്ന് കാണിച്ചു തരാം. ചീരയുടെ തണ്ട് നല്ല ഇളയ തണ്ട് നോക്കിയിട്ട് ഇതുപോലെ അവിയലിന് നുറുക്കണ പോലെ നുറുക്കി വയ്ക്കുക. പിന്നെ ഞാൻ കഷ്ണം കൂടുതലുണ്ടാവാൻ വേണ്ടിയിട്ട് കൂട്ടാനൊരു കൊഴുപ്പ് കിട്ടാനും കൂടി വേണ്ടി ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം ഇളവൻ ഞാൻ അവിയൽ പോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മാങ്ങയുടെ പുളി അനുസരിച്ച് നിങ്ങളൊരു കഷ്ണം, ഞാനൊരു സൈഡിലത്തെ പൂള് മാത്രം ഒരു സൈഡിലത്തെ ചെറിയൊരു കഷ്ണം കൂടി എടുത്തിട്ടുള്ളൂ. അതിങ്ങനെ അവിയലിന് പോലെ നുറുക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ അരയ്ക്കാനായിട്ട് തേങ്ങ, പച്ചമുളക്, ജീരകം, കരിവേപ്പില വേണം. പിന്നെ ഞാൻ കുറച്ച് ചീര അരിഞ്ഞതും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണയൊക്കെയാണ് വേണ്ടത്. നമുക്കിനി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഈ ചീരയും ഇളവൻ്റെ കഷ്ണം കൂടി ഇട്ട് കൊടുക്കുക. ഇളവൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ചീരയുടെ തണ്ട് മാത്രമായാലും മതി. നമ്മൾ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ കൂട്ടാൻ കൊഴുപ്പ് കിട്ടും. പിന്നെ തേങ്ങ അരയ്ക്കുന്നുണ്ട്. എല്ലാ കഷ്ണത്തിനും കൂടി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇപ്പോൾ കുറച്ച് ഒരു 1 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നോക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് വേണേൽ ചേർക്കാം. ചീരയുടെ തണ്ട് വേഗം വേവും. ഇളവനാണ് കുറച്ചൊരു താമസം ഉള്ളത്. ഇത് രണ്ടും വെന്തതിൻ്റെ ശേഷം നമുക്ക് മാങ്ങ ഇട്ട് കൊടുത്താൽ മതി. ഇത് രണ്ടും വെന്തിട്ട് വെള്ളം കുറച്ചൊന്ന് വറ്റി വരണം. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നമുക്കിതിന് വേണ്ട തേങ്ങ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, തേങ്ങയും പച്ചമുളകും ജീരകവും കരിവേപ്പിലയൊക്കെ അതൊന്ന് ചതച്ച് കൊണ്ടുവരാം. നമ്മുടെ കൂട്ടാൻ നല്ലോണം തിളയ്ക്കുന്നുണ്ട്. ഒന്നും കൂടി വേവാവാനുണ്ട് ഇളവൻ. അതിന് ശേഷം നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. അതിന് നമുക്ക് തുറന്ന് വെച്ച് വേവിക്കാം, അപ്പോൾ വെള്ളം പറ്റുള്ളൂ. അപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ കുറേ പറ്റിയുണ്ട്. നമുക്ക് മാങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. മാങ്ങയും നമ്മൾ കുറച്ച് ചീരയുടെ ഇലയും കൂടി ഇടാം. ഈ മാങ്ങയ്ക്ക് പുളി ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പുളി ചെറിയ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്ത് വെച്ചിട്ട് കലക്കി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടി പറ്റിച്ചെടുക്കണം. ഈ കഷ്ണം ചേർത്ത് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് മോരും കൂടി ഒഴിക്കുന്നുണ്ട്. അത് ഞാൻ ആദ്യം പറയാൻ മറന്നു പോയിട്ടോ. പിന്നെ ഈ മാങ്ങയും ചീരയും ഇലയും കൂടി ഒന്ന് വേവണം. നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ മാങ്ങയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. എല്ലാ കഷ്ണവും വെന്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ തേങ്ങ ചതച്ച് കൊണ്ടിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി തേങ്ങയിൽ ഒരാവി കയറിയാൽ മതി. നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു ശകലം മോര് ഇതിലേക്ക് ഒഴിക്കുകയാണ്. എന്നാലേ അതിൻ്റെ കൺസിസ്റ്റൻസിയും ഗ്രേവിയൊക്കെ ഒന്ന് നല്ല ഭംഗിയിലുണ്ടാവുള്ളൂ. പുളിയില്ലാത്ത മോര് വേണേ. അപ്പോൾ മാങ്ങയ്ക്കും അത്യാവശ്യം പുളി മോരിനും ഒക്കെ ഉള്ളത് കൊണ്ട് ഞാൻ വേറെ പുളിയൊന്നും ഒഴിക്കുന്നില്ല. നിങ്ങളിടുന്ന മാങ്ങ പുളിയില്ലാത്തതാണെങ്കിൽ കുറച്ച് പുളി
ഞാൻ പറഞ്ഞല്ലോ വെള്ളത്തിൽ കലക്കി ഇതിൽ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം. അതിന് മുമ്പ് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൽ നല്ല ഫ്രഷ് കരിവേപ്പില തന്നെ കിട്ടിയ അത്രയും നല്ലതാട്ടോ. ഈ അവിയലിനും മോളുകഷ്യത്തിനും ഇതിനൊക്കെ നല്ല ഫ്രഷ് കരിവേപ്പില ഇട്ടാൽ നല്ലൊരു വാസനയും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. ഞാൻ ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു, ഉപ്പ് പാകമാണ്. ഇപ്പോൾ നമുക്ക് പോരെങ്കിലും ഇട്ട് കൊടുക്കേണ്ടി വരും. ഇനി ചക്കക്കുരു ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചക്കക്കുരും കൂടി ആദ്യമേ ഇട്ട് കൊടുത്താലും നല്ലതാട്ടോ. അതിൽ നമുക്കൊന്ന് സിമ്മിലാക്കിയിട്ട് മൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നല്ല വാസന വരുന്നുണ്ട് അവിയലിൻ്റെ. നമുക്ക് അടുപ്പ് ഓഫാക്കിയിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ചീര കിട്ടുകയാണെങ്കിൽ അതിൻ്റെ തണ്ട് കളയണ്ട, നല്ല ഇളയ തണ്ടാണെങ്കിൽ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം. ആ തണ്ടിലൊക്കെ നല്ല ഫൈബേഴ്സും ഉണ്ട്. അധികം കഷ്ണമൊന്നും വേണ്ട. ചീരത്തണ്ട് ഉണ്ടെങ്കിൽ ചീരത്തണ്ടും ഒരു കഷ്ണം ഇളവൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചീരത്തണ്ടും മാങ്ങയും ഇലയും ചീരയുടെ ഇലയും കൂടിയിട്ട് നമുക്കിങ്ങനെ അടിപൊളി അവിയൽ ഉണ്ടാക്കാം. ഇത് നമുക്കൊരു വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എൻ്റെ ചീര അവിയൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അവരുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ചീര അവിയൽ അടിപൊളിയാണ്, ഒരു വ്യത്യസ്ത ടേസ്റ്റും ആയിരിക്കും. ചീര വാങ്ങുമ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. ഊണിനൊരു രണ്ടാം കൂട്ടാനായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വേറൊരു വീഡിയോ ആയിട്ട് വരണ വരെ ബൈ.